ഇന്ന് ഒട്ടും തിരക്കില്ലാത്തൊരു ദിവസമാണ് ട്ടോ. 2 കേക്കുകൾ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് വർക്ക് സ്പേസിലെത്തിയിട്ടുള്ളത്. നോർമലി ഇങ്ങനെയുള്ള ദിവസമൊക്കെ വളരെ കുറവാണ്. ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മാത്രമേ വർക്ക് സ്പേസിലെത്തിയിട്ടുള്ളൂ. നമ്മുടെ 2 പിള്ളേർക്കും ലീവ് കൊടുത്തിട്ടുണ്ട്. അവർക്കും ഇടയ്ക്ക് റെസ്റ്റൊക്കെ വേണമല്ലോ. അങ്ങനെ വർക്ക് സ്പേസിലെത്തിയ പാടെ നമ്മൾ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്കൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് ട്ടോ. അപ്പോൾ 2 കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ കേക്ക് ഒരു കസ്റ്റമൈസ്ഡ് കേക്കാണ്. റെഫറൻസ് കസ്റ്റമർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ബട്ടർ ക്രീം കേക്കാണ്. നമുക്ക് എക്സാക്റ്റ് കോപ്പി ചെയ്യുന്നത് പോസിബിൾ അല്ല. അതിൻ്റെ ഒരു റെഫറൻസ് എടുത്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ കേക്കിൻ്റെ ലുക്കാക്കി എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. കസ്റ്റമേഴ്സൊക്കെ ഈ ബട്ടർ ക്രീം കേക്കിൻ്റെ റെഫറൻസ് ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സാക്റ്റ് കോപ്പി ഒരിക്കലും പ്രതീക്ഷിക്കരുത് കേട്ടോ. നമുക്ക് അതിൻ്റെ ആ ഒരു റെഫറൻസ് എടുത്തിട്ട് ചെയ്യാൻ മാത്രമേ എല്ലാ ആൾക്കാർക്കും സാധിക്കുകയുള്ളൂ. ബട്ടർ ക്രീം കേക്കിൽ കിട്ടുന്നൊരു ഫിനിഷിംഗ് ഒരിക്കലും നമുക്ക് വിപ്പിംഗ് ക്രീം കേക്ക്സിൽ കിട്ടില്ല. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഈ ഒരു കേക്കിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു ആദ്യത്തെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു കാത്തു തീം കേക്കാണ് കേട്ടോ. അതൊരു സിമ്പിൾ കേക്കായിരുന്നു. പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടത്തിന് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ മുകളിൽ ലൈറ്റ് ബ്ലൂവും താഴെ ഒരു ലൈറ്റ് ഗ്രീനും കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ കുറച്ച് കുറച്ച് ഗ്രാസ് പോലെ നോസിൽ വെച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാർട്ടൂണിൻ്റെ സ്റ്റിക്കേഴ്സ്, കുറച്ച് ബട്ടർഫ്ലൈസ്, ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു കേക്കിൻ്റെ ലുക്കും കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ആ രണ്ടാമത്തെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ ഒരെണ്ണം ഡെലിവറിയും ഒരെണ്ണം പിക്കപ്പും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുമൊക്കെ നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇന്നില്ലാഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു വർക്ക് വേഗം കഴിഞ്ഞിട്ടുണ്ട്. കാരണം വർക്ക് സ്പേസ് ഭയങ്കര സൈലൻ്റ് ആണ്. എനിക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കേക്കിൻ്റെ വർക്കൊക്കെ ആദ്യം തന്നെ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കുക, നാളത്തെ ഓർഡേഴ്സൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് നടക്കില്ല. നമ്മൾ മാക്സിമം എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാലും ചിലതൊക്കെ വിട്ടുപോകാറുണ്ട് ട്ടോ. എന്തായാലും ഞങ്ങൾ എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ട്ടോ.